ഹായ് കുട്ടികളെ, എന്തൊക്കെയാ എക്സാം കഴിഞ്ഞില്ലേ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി നല്ലൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലേ? നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും വന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഹെവാർ വന്നില്ലേ? നാം പറഞ്ഞ സെയിം സാധനം ഇന്ന് രാവിലെ പഠിക്കാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും അല്ലേ? ഏകദേശം എല്ലാ കാര്യങ്ങളും നാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ കീ പബ്ലിക് എക്സാമിൻ്റെ ഇന്ന് നടന്ന അറബിക് +1 എക്സാമിൻ്റെ ആൻസർ കീ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹനാൻ ലഹാം, മാച്ച് ദ ഫോളോവിങ് ആണ് അല്ലേ? ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ, ഷാഇറുൻ നീൽ, ആവർത്തിച്ച് പറഞ്ഞ ചോദ്യം കൂടിയാണിത്. ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഹാഫിൽ ഇബ്രാഹിമാൻ. പിന്നെയോ ഈലിയ അബുമാലി, അദ്ദേഹത്തിൻ്റെ കവിത കം തഷ്തക്കി എന്നാണ് അല്ലേ? കം തഷ്തക്കി. അൽ അമാനത്ത്, വിശ്വസ്തത എന്നുള്ളത് അൽ ഖിയമുൽ ഇൻസാനിയാണ്, മാനുഷിക മൂല്യങ്ങളാണ്. അൽ അമാനത്തു, വിശ്വസ്തത എന്നുള്ളത് ഖിയമുൽ ഇൻസാനിയ, മാനുഷിക മൂല്യങ്ങളിൽപ്പെട്ടതാണ്. ഇബ്നു സീനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫി തിബ്ബ്. ഇബ്രാഹിം നാജി, അദ്ദേഹത്തിൻ്റെ കവിത ഏതാണ്? പറയൂ. ഫിദാഉൻ ലിൽ വത്തൻ എന്നതാണ് ഇബ്രാഹിം നാജിയുടെ കവിത. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല കമ്മ്യൂണിറ്റി നമ്മുടെ അതിലും കുറേ ചോദ്യങ്ങൾ നാം പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അതൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യും വേണം. നോക്കാം. ഏഴാമത്തെ ചോദ്യം. മാ ഇസ്മുൽ അറൂസി ഫി ഖിസ്സത്തി ഔഹനുൽ ബുയൂത്ത് എന്ന ഖിസ്സയിലെ മണവാട്ടിയുടെ പേരെന്താണ്? അൽ ആനിസത്തു സമീഹ എന്നാണ് അവരുടെ പേര്. സമീഹ എന്നാണ്, ശ്രീമതി സമീഹ. ആനിസത്തു സമീഹയാണ് അവരുടെ പേര്. ക്ലിയർ അല്ലേ? മാ ഇസ്മുൽ അറൂസ് ഫി ഖിസ്സത്തി ഔഹനുൽ ബുയൂത്ത് എന്ന ഖിസ്സയിലെ മണവാട്ടിയുടെ പേരെന്താണ്? ആനിസത്തു സമീഹ. മൻ ജമഅൽ ഖുർആന, ആരാണ് ഖുർആനെ ഒരുമിച്ച് കൂട്ടിയത്? അബൂബക്കർ റളിയല്ലാഹു. നാം പറഞ്ഞിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് എന്തായാലും ചോദിക്കും. ജമഅൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് അദ്ദേഹമാണ്. ആദ്യത്തെ ഖുലഫാ റാഷിദൂനാണ്, അതേപോലെ ഖലീഫയാണ്, ആയിഷ ബീവിയുടെ പിതാവാണ്, സൗറന്ന ഗുഹയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, നബിയുടെ ഉറ്റ കൂട്ടുകാരനാണ്. നോക്കാം. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. മൻ ഹുവ അവ്വൽ വസീറു തർബിയ ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണല്ലേ. അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹയ്യദ്ദീൻ അഹമ്മദാണ്. അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ തർജുമാനുൽ ഖുർആൻ ഇതൊക്കെ പഠിച്ചു വെച്ച് പോയവരാണ് നിങ്ങൾ. അപ്പോൾ ആ ഇന്ത്യയുടെ ആദ്യത്തെ മൻ ഹുവ അവ്വൽ വസീറു തർബിയത്ത ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അബുൽ കലാം ആസാദ്. തെറ്റിയിട്ടുണ്ടാവില്ലല്ലോ, ശരിയാക്കിയില്ലല്ലോ. പത്താമത്തെ ചോദ്യം. ഐന വുലിദ ഇബ്നു സീന എവിടെയാണ് ജനിച്ചത്? ബുഖാറയിലാണ് ഇബ്നു സീന ജനിച്ചത്. ആദ്യത്തെ ഒരു ചോദ്യം എന്തായിരുന്നു? ഇബ്നു സീനയുടെ ഗ്രന്ഥം ഏതായിരുന്നു? അൽ ഖാനൂൻ ഫി തിബ്ബ്. ഇനി അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അഷേഖുർ റയീസ് അല്ലേ? ഇനി അടുത്തത് മുലാഫിലേഹി ആണ് അല്ലേ? ഹാജാത്തുൽ ഇൻസാനി, മുലാഫിലേഹിക്ക് എപ്പോഴും ജറായിരിക്കും. മുഖ്തലിഫത്തുൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഹാജാത്തുൽ ഇൻസാനി മുഖ്തലിഫത്തുൻ അല്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇൻസാനി എന്നാണ് ജറാണ് ചെയ്യുക. മുലാഫിലേഹിക്ക് എപ്പോഴും ജറായിരിക്കും. അടുത്ത ചോദ്യം. ഐന ഷാഹദ മുഹമ്മദ് ഫൗസാൻ ഏലാന ജാമിഅൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ഫൗസാൻ എവിടെ നിന്നാണ് കണ്ടത്? ഫേസ്ബുക്കിൽ നിന്നാണ് ഈ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം മുഹമ്മദ് ഫൗസാൻ കണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ആദ്യ ഭാഗത്ത് നാം പറയുന്നത്. ഇത് അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും തീർച്ചയാണ്.
അത് മാത്രമല്ല അടുത്ത എക്സാമിന് ഇത് ബാധിക്കുകയും ചെയ്യരുത്. ഇതിൽ ആൻസർ തെറ്റിയോ പിന്നെ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ തന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയുണ്ട് എക്സാം എങ്ങനെയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല അടുത്ത പാട്ട് വേണമെങ്കിലൊന്ന് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.